ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന അത്ഭുത വരി നിങ്ങൾ ഞാനീ പറയുന്ന പോലെ നിത്യേന ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണേലും, എത്ര സാമ്പത്തികമായി ഒരു തകർച്ചയിലുള്ള ആളാണേലും ആ വ്യക്തിയെ ഭദ്രകാളിയമ്മ സർവ്വവിധ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കും. ഇത് സത്യമായ കാര്യമാണ്, അനുഭവമുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനീ പറയുന്ന രീതിയിൽ ജപിക്കണം. ഒരു 3 മാസം തന്നെ ജപിക്കുമ്പോൾ ആ വ്യക്തിക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇത് 1 വർഷം തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ അളവില്ലാത്ത, അളക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും വലിയ രീതിയിലുള്ള സമ്പത്തിൻ്റെ ഒഴുക്ക്, സകല ഐശ്വര്യങ്ങളെ, വലിയ വലിയ കാര്യങ്ങൾ നേടി വരുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഇവരെ തോൽപ്പിക്കാനോ, അല്ലെ ആരുടെയൊക്കെ കച്ചവടം തകർന്നാലും, അല്ലെ ആരുടെയൊക്കെ വരുമാന മാർഗം ഇല്ലാതായാലും ഈ വിദ്യ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അവരുടെ സാമ്പത്തികം ഒരിക്കലും കുറയത്തില്ല, വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടക്കും. അങ്ങനെയുള്ള ഒരു അത്ഭുത വരിയാണ് പറഞ്ഞു തരുന്നത്. ഞാനീ പറയാൻ പോകുന്ന വരി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ അത് ചെയ്യുമ്പോഴാണ്, ജപിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ സത്യമായിട്ട് പറയുന്നു, 10 രൂപ വണ്ടിക്കൂലിക്ക് എടുക്കാനില്ലാത്ത ഞാനീ പറഞ്ഞ രീതിയിൽ ദിവസവും ഈ മന്ത്രം ജപിച്ചു 3 മാസമായപ്പോൾ തൊട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. 1 കൊല്ലം നിരന്തരം ജപിച്ചു. ഇന്ന് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ആ വ്യക്തിയുടെ സ്വന്തമായി തൊഴിലുമായി. സത്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടണം, പുതിയതായിട്ടൊരു ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് ധനം ഉണ്ടാകണം, ഇത് ചെയ്താൽ മതി. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്ന ഏത് മേഖലയുള്ളവരാണെങ്കിലും, അവരിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിലും, അവരൊക്കെ അവരുടേതായ രീതിയിൽ വലിയ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. എത്രയോ ആളുകൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതിനെക്കുറിച്ച് വിശുദ്ധമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു ജീവിതം മാറ്റുന്ന ഒരു രഹസ്യവും അവസാനം പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. ആ അത്ഭുത വരി എന്താണ് അത് നിങ്ങൾക്കറിയാവുന്നതാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ അത് പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക. ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിലെ എല്ലാ വർക്കുകളും നോക്കുവാനോ എല്ലാ മെസ്സേജിനും റിപ്ലൈ ഇടുവാനോ പറ്റത്തില്ല. പറ്റുന്ന അത്രയും കുറച്ച് നോക്കും, അതിനൊക്കെ മെസ്സേജ് ഇടും. കാരണം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസമൊക്കെ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ സമയം തന്നെ ഒരുപാട്. അപ്പോൾ കുറച്ച് മെസ്സേജ് ഞാൻ നോക്കും, അതിന് റിപ്ലൈ കൊടുക്കും പറ്റുന്നതിന്. അപ്പോൾ നിങ്ങൾ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. സ്വയം ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ്, ഒരാൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ 1 തവണയോ 2 തവണയോ ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയുള്ളവർ ചെയ്യണ്ട, നോക്കണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. വെറുതെ എന്തിനാ നമ്മുടെ സമയം കളയുന്നത്, അവരുടെ സമയം കളയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, അവരുടെ നമുക്ക് ആ സമയത്ത് നോക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെയുള്ളവർ മാത്രം നോക്കിയാൽ മതി. ഞാൻ ആദ്യമേ പറയും, അങ്ങനെയുള്ളവർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് വേണം. ചുമ്മാ വെറുതെ സമയം കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ സന്തോഷമാണ് നമുക്ക് ഏറ്റവും അധികം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞാൻ അനുഭവങ്ങൾ എപ്പോഴും വീഡിയോ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇനിയും ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇട്ടാൽ മതി, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കും. നമുക്ക് സമയം അനുസരിച്ച്, മുൻഗണന അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്.
ഇത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞ് ശരിയായിട്ട് ചെയ്തവരെല്ലാം ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കെല്ലാം അത് പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, അമ്മ ഭദ്രകാളിയമ്മയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ശിവോഹം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റു, നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. അപ്പോൾ ഞാനിത് എങ്ങനെ ഇത് ചൊല്ലേണ്ടെന്ന് പറഞ്ഞു തരാം. അപ്പം ഇത് മന്ത്രം അല്ലെ സ്തുതി, ആ മഹാമന്ത്രം ഇതാണ്: സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇതെങ്ങനെ ദിവസവും ഏതൊക്കെ സമയങ്ങളിൽ എപ്പോഴൊക്കെ എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ വരികൾ നിങ്ങൾക്കറിയാം. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അത് മുഴുവൻ കേൾക്കുക. രാവിലെ നമ്മൾ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്നു, വലത് സൈഡിൽ ചൊരിഞ്ഞ് എഴുന്നേൽക്കണം. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് സർവമംഗളമംഗല്യെ നിങ്ങൾ ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ അല്ലെ ഞാൻ നോക്കിയവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതൊക്കെ അതുപോലെ ചെയ്യുക. അതിനൊന്നും മാറ്റം വരുത്തണ്ട. അപ്പോൾ സർവമംഗളമംഗല്യെ വെള്ളിയാഴ്ച ദിവസം അല്പനേരം കൂടുതൽ ജപിക്കണം. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നു. ബാക്കി എല്ലാ ദിവസവും സാധാരണ ജപിക്കുന്ന പോലെ ഒരു 3 തവണ ജപിക്കുക. ഇതൊട്ട് നിങ്ങൾക്ക് ഞാൻ ഈ നോക്കി തന്നവർക്ക് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണോ ഓരോ മന്ത്രങ്ങളും ജപിക്കണം, അതല്ല അതേപടി തുടർന്ന് കൊള്ളുക. അതിനൊന്നും മാറ്റം വരുത്തണ്ട. വീണ്ടും പറയുന്നു, സംശയമില്ലായിരിക്കാനാണ് കേട്ടോ. അപ്പം സർവമംഗളമംഗല്യം ഇങ്ങനെ ജപിക്കുന്നു. പിന്നെ നമ്മൾ സർവമംഗളമംഗല്യം ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകി വീടിനുള്ളിൽ റൂമിൽ നിന്നോ സിറ്റൗട്ടിൽ നിന്നോ പൂജാമുറിയിൽ അവിടെ നിന്നോ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സർവമംഗളമംഗല്യെ ജപിച്ചിരിക്കണം. അത് ജപിക്കുക. ജപിച്ചു കഴിഞ്ഞ് അമ്മമാരാണെങ്കിൽ അവർ അരി ഇടുമ്പം അരിക്ക് വെള്ളം ഇടുമ്പോഴും സർവമംഗളമംഗല്യെ ജപിച്ച ശേഷം ഒരു 3 തവണ ജപിച്ച ശേഷം വെള്ളം ഇടുക. അതുപോലെ അരി ഇടുമ്പോഴും അല്പം ഒരു 2 അരിമണിയോ അല്ലെങ്കിൽ അല്പം അരി എടുത്ത് സർവമംഗളമംഗല്യെ കയ്യിൽ പിടിച്ച് ജപിച്ച ശേഷം അതിടുക. ഇനിയും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് സർവമംഗളമംഗല്യെ ജപിക്കണം. അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സർവമംഗളമംഗല്യെ ജപിക്കുക 3 തവണ വീതം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ മന്ത്രങ്ങളൊക്കെ ഈ നോക്കിയിട്ട് ഹസ്തരേഖയും ഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു തന്നവർക്ക് അതുപോലെ ചെയ്യുക. സംഖ്യാദോഷമൊക്കെ നോക്കി പറഞ്ഞു തന്നവർക്ക് ബാക്കി മന്ത്രങ്ങളെല്ലാം അതുപോലെ ചെയ്യുക. ഇനി സർവമംഗളമംഗല്യെ നിങ്ങൾ ഒരു നിങ്ങളുടെ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ മറ്റു മന്ത്രങ്ങൾ ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിന് മുമ്പോ പിൻപായിട്ട് സർവമംഗളമംഗല്യം കൂടെ ജപിക്കുക. കാരണം ഞാൻ നോക്കി കൊടുത്ത പലർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ മുമ്പോ പിമ്പോ സർവമംഗളമംഗല്യം കൂടെ ചൊല്ലുക തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ്. സർവമംഗളമംഗല്യം കഴിവതും നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. അതുപോലെ ഒരു സാമ്പത്തിക കാര്യം തുടങ്ങുന്നു, ഒരു തൊഴിൽ കാര്യം തുടങ്ങുന്നു, ഏത് കാര്യത്തിനു മുമ്പ് സർവമംഗളമംഗല്യം 1 തവണ ജപിക്കുക. രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ 5 തിരിയെയും നോക്കിക്കൊണ്ട് സർവമംഗളമംഗല്യം ജപിക്കുക. അപ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ അത് ഉപകരിക്കും. സർവമംഗളമംഗല്യം 5 തിരിയെ നോക്കിക്കൊണ്ട് ജപിക്കണം. അതുപോലെ കർപ്പൂരം തൊട്ട് സർവമംഗളമംഗല്യം ജപിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞവർക്ക് ആ മന്ത്രങ്ങളൊക്കെ ജപിച്ചോണം. അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട, അതുപോലെ തുടരുക കേട്ടോ. അപ്പം ഇത് പുതിയതായിട്ട് ചെയ്യുന്നവർക്കും പിന്നെ ചെയ്തവർക്ക് ചില പുതിയ കാര്യങ്ങളിലൂടെ അറിയാനും പിന്നെ ചില പുതിയ കാര്യങ്ങളിലൂടെ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് സർവമംഗളമംഗല്യം 3 തവണയോ 1 മിനിറ്റോ ജപിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് സർവമംഗളമംഗല്യം 3 തവണയോ 1 മിനിറ്റോ ജപിക്കുക. ഇനി കിടക്കപ്പായിരുന്നുകൊണ്ട് പടിഞ്ഞാട്ടിരുന്ന് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അതിന് അശുദ്ധിയൊന്നും ബാധകമല്ല. ദാമ്പത്യബന്ധം പുലർത്തുന്നവർക്കും ഒക്കെ കിടക്കുന്നതിന് ഇതിന് നിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കൈയും കാലും മുഖം കഴുകിയിട്ടിരുന്ന് തൊട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജപിക്കുക. പടിഞ്ഞാട്ടിരുന്ന് സർവമംഗളമംഗല്യം 3 തവണ. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കേ. രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് വടക്കോട്ടിരുന്ന്
എഴുന്നേൽക്കുമ്പോൾ, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ചാൽ വിളക്കിൻ്റെ 5 തിരികെ നോക്കി രാവിലെ, പിന്നെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സർവ്വമംഗളമെങ്കിൽ, അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏതൊരു കാര്യവും, നിങ്ങൾക്ക് സാമ്പത്തിക കാര്യമായിക്കട്ടെ തൊഴിൽ കാര്യമായിക്കട്ടെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വാ കൊണ്ട് ഒരു തവണ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിച്ചാൽ മതി, ഉച്ചരിക്കുക. പിന്നെ സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് 3 തവണ ജപിക്കുക. പിന്നെ അപ്പോൾ സന്ധ്യയ്ക്ക് ജപിക്കുമ്പം കൈയും കാലും മുഖവും നനയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. ഇനിയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് 3 തവണ ജപിക്കുക. അതിനുശേഷം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പടിഞ്ഞാട്ടിരുന്ന് 3 തവണ ജപിക്കുക. ഈ ക്രമത്തിന് ഈ സമയങ്ങളിൽ ഇങ്ങനെ ദിവസവും ഒന്ന് ചെയ്തു നോക്കിക്കേ. കൃത്യം 3 മാസം നിങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. കൃത്യമായിട്ട് 1 കൊല്ലത്തോളം ഒന്ന് ആവർത്തിച്ച് നോക്കിയേ. ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായി വരും. 10 രൂപ വണ്ടിക്കൂലി കൊടുക്കാനില്ലാത്ത ആളുകൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് ഇന്ന് ലക്ഷങ്ങൾ ബാങ്കിലും അതുപോലെ സ്വന്തമായി തൊഴിലേക്കും വന്നവരുണ്ട്. അത്ര ഒരു ദയനീയ അവസ്ഥയെ കഴിഞ്ഞവർ വരെ മാറിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുതരായിരുന്നു. അപ്പോൾ ഈ സർവ്വമംഗളമംഗലിലേക്കാണ് ചില രഹസ്യങ്ങളുണ്ട്. സർവമംഗളമ, അതിനകത്ത് ദേവിയുടെ എല്ലാ ഭാവങ്ങളും വരുന്നുണ്ട്. എല്ലാം പാർവതി ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങളാണ്, വിവിധ രൂപങ്ങളാണ്. പാർവതി ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങളാണ് എല്ലാം എന്നറിയുക. ഇനിയും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ, ഇതിനകത്ത് എല്ലാ അർത്ഥങ്ങളും, അർത്ഥം, കാമം, മോക്ഷം എല്ലാം ദേവി നൽകും. മഹാമന്ത്രമായത് ഒരു സ്തുതിയാണെങ്കിൽ പോലും അത് മഹാമന്ത്രമായിട്ട് തന്നെ, മഹാമന്ത്രം തന്നെയാണ്. ദേവിയെ സ്തുതിക്കുന്നത്, അതിൻ്റെ മുഴുവൻ ദേവിയുടെ സ്തുതികളാണ്. ദേവിയെ വർണ്ണിക്കുക, ദേവിയുടെ ഗുണങ്ങളെ, ദേവിയുടെ ശക്തിയെ, ദേവിയുടെ ആ ഭക്തരോടുള്ള അനുഗ്രഹത്തെ, ആ വാത്സല്യത്തെ എല്ലാം വർണ്ണിക്കുക, ദേവിയെ സ്തുതിക്കുക. പക്ഷേ എങ്കിൽ തന്നെയും ഇത് ഒരു മഹാമന്ത്രം തന്നെയാണ്. സർവമംഗളമംഗല്യേ, സർവം എന്ന് പറയുമ്പോൾ സ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ സ, സർവാർത്ഥ സാധികേ സ. ഈ സ എന്നുള്ള ഉച്ചാരണം തന്നെ നിങ്ങളുടെ ഈ സഹസ്രാരത്തിൽ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാക്കും. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ആ സ നിങ്ങൾ ഈ ഉച്ചി ശ്രദ്ധിച്ച് ജപിച്ചാൽ നിങ്ങളുടെ സഹസ്രാരത്തിൽ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും. അത് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും. സർവമംഗളമംഗല്യേ ശിവേ സ ശി, ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങളുടെ ഈ സഹസ്രാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ നിങ്ങളുടെ സഹസ്രാരത്തിൽ അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാവും. ഈ സഹസ്രാരത്തിൽ ആ ഒരു ചലനം ഉണ്ടാകുമ്പോഴാണ്, സഹസ്രാരത്തിൽ കൂടാണ് ആ ഈശ്വര്യമായ പ്രാപഞ്ചികമായ എനർജി നിങ്ങളുടെ എല്ലാ ചക്രാസിലേക്കും വ്യാപിക്കും. നിങ്ങളിലേക്ക് സമൃദ്ധി, ഐശ്വര്യം, അബൻഡൻസ്, എവറിത്തിങ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോഴാണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നത്, ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നത്. സർവമംഗളമംഗല്യേ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ആ രഹസ്യമാണ് പറഞ്ഞു തന്നത്. ഈ സർവമംഗളമംഗല്യേ ആർക്കും ജപിക്കാം. ഇനിയിപ്പം സ്ത്രീകൾക്കും ജപിക്കാം, പുരുഷന്മാർക്കും ജപിക്കാം, ദുഷ്ടനും ജപിക്കാം, നല്ലവനും ജപിക്കാം, കുട്ടികൾക്കും ജപിക്കാം, പ്രായമുള്ളവർക്കും ജപിക്കാം, ആർക്കും ജപിക്കാം. ദേവി സർവാർത്ഥ സാധികയാണ്. സർവാർത്ഥ സാധിക എല്ലാം നൽകും ദേവി. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ സർവമംഗളമംഗല്യേ ജപിച്ചുകൊണ്ട് ചാണകവെള്ളം തെളിക്കാം, അല്ലെ സാധാരണ വെള്ളം അതിനു മുമ്പ് തെളിക്കാം. അവിടെയൊക്കെ ദേവിയുടെ ഒരു കടാക്ഷം, ദേവിയുടെ ഒരു ഭയങ്കരമായ അപാരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്കുക, ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ചകൾ ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എണ്ണ, മാല, അർച്ചന അതൊക്കെ നിങ്ങൾ ചെയ്യുക. കടുംബായുസം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. കടുംബായുസം സമർപ്പിക്കുക, ചെമ്പരത്തിമാല സമർപ്പിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക. എന്നാണെങ്കിൽ കടുംബായുസത്തിൻ്റെ കൂടെ വേണം സമർപ്പിക്കാൻ. അമ്മയ്ക്ക് ഇഷ്ട നിവേദ്യം കടുംബായുസം ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ചെമ്പരത്തിമാലയോ അതിൻ്റെ കൂടെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ മലര് കൊണ്ട് മെയിനോട്ട് ചെയ്യാം. അത് എന്തിനാണെന്നറിയോ? പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാവിലെ കുളി കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും. ചെയ്തു നോക്കുക, അത്ഭുതകരമായ രീതിയിൽ ജീവിതം മാറും. എല്ലാം
നല്ല കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളാകും. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും അമ്മ നൽകും. നിങ്ങളെ ആർക്കും തടയാൻ പറ്റത്തില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തടയാൻ പറ്റത്തില്ല. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദേവിയുടെ എല്ലാ ഭാവങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത്ര 4 വരി മതിയെന്നേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇത്രയും മതി ജപിച്ചാൽ. മനസ്സിലാകുന്നുണ്ടോ? അത്രയും മതി. അങ്ങനെ ജപിച്ചവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാം അതിൻ്റെ അകത്ത് വരും. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ മാസത്തിലൊന്നെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ആഴ്ചകളിൽ പോകും. മാസത്തിലൊന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയി യാത്ര ചെയ്ത് അവിടെ പോയി വഴിപാട് ചെയ്യണം. ഇത് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും. കാരണം ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ആ ദേവനെ വിചാരിച്ചുകൊണ്ട്. ഇപ്പോൾ തൃശ്ശൂരുകാരാണെങ്കിൽ അവർക്ക് ഗുരുവായൂരപ്പനാണ് അവർക്ക് അടുത്തുള്ളത്. അപ്പം ഗുരുവായൂരപ്പനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചകളിൽ പോയി തൊഴുക. 1-ാം തീയതി പത്മനാഭസ്വാമി കാണാൻ വേണേൽ പോവാം, അല്പം ദൂരെ. ഇനിയും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ അവർക്ക് പത്മനാഭസ്വാമിയുടെ അടുത്ത് ആഴ്ചകളിലൊക്കെ പോയി തൊഴാം. വല്ലപ്പോഴും മാസത്തിലൊന്ന് നേരെ ഗുരുവായൂരിൽ വിടുക. ഒരു ദീർഘയാത്രയാണ്. ഇങ്ങനെ നിങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരെയുള്ളൊരു ക്ഷേത്രത്തിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു തവണ, അല്ലെ 2 മാസം കൂടുമ്പോൾ ഒരു തവണ, അല്ലെ 3 മാസത്തിൽ ഒരു തവണയെങ്കിലും, മാസത്തിലൊന്നാണ് നല്ലത്, ഒരു ദീർഘയാത്ര, സാമാന്യം ദീർഘയാത്ര ചെയ്ത് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഏത് ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് ആ ദേവനോടല്ല ദേവിയോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ഇപ്പം ചങ്ങനാശ്ശേരിയാണ്, ചോറ്റാനിക്കരയിൽ പോകുന്നവരുണ്ട്. അവർക്കൊക്കെ വലിയ മാറ്റമുണ്ട്. ഗുരുവായൂർ പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു അല്പം ദൂരെയുള്ള ക്ഷേത്രത്തിൽ മാസത്തിലൊന്നെങ്കിലും നിങ്ങൾ പോവുക. അടുത്തുള്ള ദേവനെ ആഴ്ചകളിൽ പോയി വണങ്ങി കാര്യങ്ങൾ ചെയ്തോണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൂരെയുള്ളത്. ഏറ്റവും അടുത്തുള്ളവർക്കാണ് ഏറ്റവും പ്രാധാന്യം കേട്ടോ. അപ്പോൾ ഇത് മാസത്തിലൊന്നെങ്കിലും. അപ്പോൾ ഈ പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ ദേവനോട് പ്രാർത്ഥിക്കാം. അത് ഇന്നലെ നാളെ ജീവിതത്തിൽ മാറിയിരിക്കും. സംശയമില്ലാതെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഭവം ഉണ്ടാവും. അതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ഈ യാത്ര എന്ന് പറയും. യാത്ര നിങ്ങൾ ആസ്വദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ യാത്രയെ മുഴുവൻ ആ ഈശ്വരനോട് എന്നുവെച്ചാൽ വണ്ടിയെ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ട്രെയിനൊക്കെ പോകണേ, ട്രെയിനെ ഇരുന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട്, അതാ ഉദ്ദേശിച്ചത്. അല്ല കാർ ഓടിച്ചുകൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ കാർ ഓടിക്കുന്നില്ല, കാറിൻ്റെ പുറകെയായിരിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു വണ്ടി ഓടിച്ചുകൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത്, അല്ല റോഡ് ക്രോസ് ചെയ്യേണ്ടൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട്, ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ യാത്രയിലുടനീളം ആ ദേവനല്ലേ ദേവിയോട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ കാറ്റ് കൊണ്ടുകൊണ്ട് അല്ലെ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നു. നമ്മൾ ഈ യാത്രക്കിടെ നമ്മൾ കാറ്റ് കൊള്ളുന്നു. ഈ പിന്നെ ട്രെയിനിൻ്റെ ആണെങ്കിൽ ആ ജനലിൻ്റെ സൈഡിൽ ഇരുന്ന് കാറ്റ് കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മളെ കാഴ്ചകൾ കാണുന്നു. ഈ കാഴ്ച കാണുന്നതോടൊപ്പം വേണം പ്രാർത്ഥനയെ മനസ്സിലേക്ക് പോകാൻ. അപ്പോഴാണ് അത് ശരിക്കും ഫലം കാണുന്നത്. കാരണം നമ്മൾ ഇപ്പം കാഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ചെല്ലുന്ന ചില ചിന്തകൾ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചിന്തകളാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ബലം പിടിച്ച് ചിന്തിക്കുന്ന ചിന്തകളല്ല സബ് കോൺഷ്യസ് മൈൻഡിൽ പെട്ടെന്ന് എത്തുന്നത്. വളരെ നേർത്ത രീതിയിൽ ചിന്തിക്കുന്ന ചിന്തകളാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ യാത്ര കാണുമ്പം, യാത്ര ആസ്വദിച്ചുകൊണ്ട്, നിങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് ഉള്ളിൽ ഈ പ്രാർത്ഥന ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ചൊല്ലും. അത് നടന്നിരിക്കും, ശരിയായിട്ടാണ് ചെയ്യുന്നെങ്കിൽ. പിന്നെ യാത്രകൾക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. ചിലരുണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ദുരിതങ്ങളായിരിക്കും. അപ്പോഴത്തേനും അവർ സംസാരിക്കുമ്പോൾ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരുന്നാൽ പറഞ്ഞു, സാറേ ഞാനൊന്നും രക്ഷപ്പെടത്തില്ല, എനിക്ക് പോകാനൊന്നും സമയമില്ല. പക്ഷെ അവരതുപോലെ അവസ്ഥയാണ്, ഒരു നെഗറ്റീവിൻ്റെ അങ്ങേയറ്റം ഒരു മാനസികാവസ്ഥയിൽ കൂടെ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നേരെ ഗുരുവായൂരേക്ക് വിട്ടോളാൻ പറയും. കാരണം ഒരു യാത്ര കഴിയുമ്പം തന്നെ ആ യാത്ര ഒരു പ്രാർത്ഥനയോടുകൂടി ഭഗവാൻ ആ ഈശ്വരീയമായ യാത്ര ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് ബ്ലോക്ക് മാറും. തിരിച്ചു വരുമ്പം മനസ്സിനൊരു സന്തോഷം, ഒരു ഉത്സാഹം,
അങ്ങനെ എത്ര ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇന്നും മുടങ്ങാതെ മാസത്തിലൊന്ന് ഗുരുവായൂർ പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. പിന്നെ ഗുരുവായൂർ ചെല്ലുമ്പം അത് അവിടുത്തെ അപാരമായ ഭഗവാന്റെ ശക്തി വൈകുണ്ഠം തന്നെയാണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ, അത് സാക്ഷാൽ പാലാഴി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള മഹത്തായ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പറഞ്ഞില്ല, എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പം ഏറ്റുമാനൂരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അപാരമായ ശക്തിയുണ്ട്. അപ്പോൾ ആ ഒരു ദേവൻ്റെ ശക്തി അല്ലെ ചോറ്റാനിക്കര ആയിക്കോട്ടെ, ആ ദേവിയുടെ ശക്തിയും കൂടെ ആകുമ്പം ജീവിതം അടിമുടി മാറും, പെട്ടെന്ന് മാറും. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചോറ്റാനിക്കരയിൽ പോകുമ്പം അവിടെ നിശ്ചയം ധ്യാനിക്കണം. അമ്മയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. അവിടെ നിന്നോട് സർവ്വമംഗളമെങ്കിലും ഒന്ന് ചൊല്ലി നോക്കിക്കേ. ഞാനിത് പറയാൻ കാര്യം, ഈ ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ അമ്മ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമല്ല സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ അമ്മയെ അന്ന് തൊട്ട് വിളിക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഈ ഫോട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള, അതുകൊണ്ട് കീറിയതാണെങ്കിലും ഞാനതെല്ലാം ഒട്ടിച്ച്, കാരണം ഇതിൻ്റെ അകത്ത് അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയ ഒരു കാര്യമാണിത്. ഞാനിത് അമ്മയെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്ക് അമ്മയുടെ ഒരു 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 അനുഗ്രഹം അന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, പഴയൊരു വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ അമ്മയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതേത് നിങ്ങൾ ഒരു മാസത്തെ ഒരു ദിവസം നിങ്ങൾ കുടുംബസഹിതം എല്ലാവരും കൂടെ ഒരു പുണ്യക്ഷേത്രത്തിലേക്ക് ഒരു ദീർഘയാത്ര, ഒരുപാട് ദീർഘയാത്രയൊന്നും വേണമെന്നില്ല, അല്പം യാത്ര വേണം, പോകുക. പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നിങ്ങളുടെ ഭാഗം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നിടത്ത് പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങൾ പിള്ളേരെ ഒരിക്കലും കയ്യിൽ നിന്ന് വിടരുത്. കാരണം ഈ എവിടെ കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നു അവിടെയൊക്കെ പലപ്പോഴും ഈ മറ്റു തരത്തിലുള്ള ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിപ്പോൾ തൊഴാൻ പോകുമ്പോഴാണെങ്കിലും കുട്ടികളെ അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വിട്ടൊന്നും പോകരുത്. കാരണം അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നല്ല, നിങ്ങൾ എവിടെ ഒരു സ്ഥലത്ത് പോകുമ്പോഴും കുട്ടികളെ പെട്ടെന്ന് ശ്രദ്ധിച്ചോണം. കാരണം കുട്ടികളെ ഇന്നത്തെ കാലം വളരെ മോശമാണ്. നമ്മൾ ടി വിയിലും റേഡിയോയിലും പത്രത്തിലും ഒക്കെ ദിവസം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഒരുപാട് ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചോണം. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ കുടുംബമായിട്ട് യാത്ര ചെയ്യാൻ. പണ്ട് എന്നെ ശബരിമല വെച്ച് കാണാൻ പോയതാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പോയപ്പം കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്നിട്ട് അന്ന് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്നാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം. അപ്പോൾ അന്ന് ഇതുപോലെ വിളിച്ചു പറയലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങളോ ഒന്നും ശബരിമലയില്ല. അതുപോലെ ജനം വന്നങ്ങ് തിങ്ങി നിറയുക. ഞാനെവിടെയോ പോയി, കൈവിട്ടു പോയി. ലാസ്റ്റ് എൻ്റെ അച്ഛൻ അവിടെ എല്ലാം കരഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ പുള്ളി ആ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, സ്വാമി എൻ്റെ മകനില്ലാതെ ഞാനിനിയും വീട്ടിലോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയുന്ന കണ്ടപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, സ്വാമി എന്നാ? അപ്പം പറഞ്ഞു, ഇതുപോലെ കുട്ടി പോയതാണ്. പിന്നെ അദ്ദേഹം അപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ നടക്കുന്ന കണ്ടായിരുന്നു. ആ സംശയത്തിന് പുറകെ പുള്ളി പോയി നോക്കി, അങ്ങനെ എന്നെ തിരിച്ചു കിട്ടിയ. അന്ന് പോയിരുന്നേലോ. അവിടെ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മൾ പറയും പോയില്ലല്ലോ എന്നൊക്കെ പറയും, പക്ഷേ മറിച്ച് പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നല്ലോ. കാരണം ഇന്നത്തെ പോലെ ഈ ബൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നു അത്രയൊന്നും ഇപ്പോഴൊക്കെ കുറച്ചുകൂടി സാങ്കേതിക വിദ്യകളുണ്ട്, അന്ന് അതുപോലും ഇല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ വളരെ കുട്ടിയാണ്, എനിക്കൊന്നും അറിയത്തുമില്ല. ഏതെങ്കിലും ഒരു സംഘങ്ങളിലിടയിൽ ചെന്ന് പെട്ടാലോ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുക ഈ കുട്ടി ആരും അറിയാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോയാലും എന്തും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്കങ്ങനെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തോ ഭാഗ്യം കൊണ്ടോ അല്ലെ ഈശ്വരാധീനം കൊണ്ടോ എന്നെ അന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ കാര്യം, എനിക്ക് നാക്കിന് വിക്കുണ്ടായിരുന്നു സംസാരിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ഒഴുക്കനായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. അങ്ങനെ നേർന്നു കൊണ്ടുപോയതാണ്. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയിട്ട് വന്ന ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ ഇതുപോലെ ഈശ്വരീയമായ കാര്യങ്ങളുമായി.
അപ്പോൾ അത് സ്വാമിയുടെ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നാൽ നടയിരുന്ന് കരഞ്ഞ് വിളിച്ചതായിരിക്കും, കാണാതെ പോയതുകൊണ്ട്. അതും ഒരു കാരണമായിരിക്കാം എന്ന് കരുതി നമ്മളൊരിക്കലും ഒരു കാണാതെ പോകാനുള്ള ഒരു അവസരമോ അങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. കുട്ടികളെ എപ്പോഴും കയ്യെ പിടിച്ചോണം, അവരെ വിടരുത്. ഏത് തിരക്കിലോ ഏത് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏത് തിരക്കുള്ള സ്ഥലത്തോ എവിടെ പോയാലും കുട്ടികളുടെ മേൽ പ്രത്യേക ശ്രദ്ധ വേണം. അത് ഞാൻ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന്. കാരണം പോയാൽ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തപ്പി കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം വളരെ മോശമായതുകൊണ്ട് പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്ത കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്ന കുടുംബമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോകണം, പുണ്യക്ഷേത്രത്തിൽ. അപ്പം കുട്ടികളെ വളരെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. കുട്ടികളെ ശ്രദ്ധിക്കണം, പ്രായമുള്ളവരെ ശ്രദ്ധിക്കണം, ഈ രണ്ട് കൂട്ടരെ ശ്രദ്ധിക്കണം. അപ്പം അത് പ്രത്യേകം മനസ്സിലിരിക്കുക. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുക, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. യാത്രകൾക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ പുതിയൊരു അനുഭവമാണ്. പുതിയൊരു അനുഭവം വരുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പുതിയ അനുഭവങ്ങളെയാണ് മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് ചെല്ലുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു ക്രിക്കറ്റ് കളി കാണുന്നു, അത് പുതിയൊരു കളി കാണുന്നു, അപ്പോൾ നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് വന്ന പുതിയ അനുഭവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഗെയിംസിനോട് ആളുകൾക്ക് പെട്ടെന്ന് താല്പര്യം വരുന്നത്. കാരണം ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കളി നാളെ വേറൊരു കളി, അപ്പോൾ ആ പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ട് ഈ ഗെയിംസിനോട് ആളുകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. പുതിയ പുതിയ അനുഭവങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് തന്നെ സിനിമ, ഇന്ന് കാണുന്ന സിനിമയല്ലല്ലോ, പുതിയൊരു സിനിമ വന്നു, പുതിയൊരു അനുഭവം കിട്ടുന്നതുകൊണ്ട് അത് പോയി കാണുന്നത് അല്ലേ. അത് മനസ്സിന് പുതിയൊരു അനുഭവം ആയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ പുതിയ യാത്രകളും മനസ്സിന് ഇതിനേക്കാളൊക്കെ അനുഭവം നൽകുന്നതാണ്. ഈ ഗെയിംസിനെക്കാട്ടിലും സിനിമകളെക്കാട്ടിലും ഒക്കെ മാറ്റം നൽകുന്നതാണ് പുതിയ യാത്രകൾ. യാത്ര ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ സുഖം. അത് ജീവിതത്തിൽ വലിയ മാറ്റം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, പക്ഷേ ആരോടും പറയത്തില്ല, ആരും അറിയത്തില്ലെന്നേ ഉള്ളൂ. അത് ഈ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഈ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുണ്യക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോൾ സിദ്ധസമാധികളുണ്ട് പലയിടത്തും. അവിടെ പോയി നമ്മുടെ ചില സുഹൃത്തുക്കളും കാണും, നമ്മുടെ അതേ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളായിക്കോട്ടെ, ചിലപ്പോൾ ചില ആളുകളും കാണും. അപ്പം അവിടെ പോയിരിക്കുക, ഇച്ചിരി ധ്യാനിക്കുക, വീട്ടിൽ വരിക. അത് അങ്ങനെയൊന്നുമില്ല, എപ്പം വേണമെങ്കിലും ഞാൻ പോകും. അങ്ങനെ ആ യാത്രകളാണ് എൻ്റെ ആത്മീയത അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ കഴിവുകളെ കൂടുതൽ ഉണർത്തിയത് ഈ യാത്രകളാണ്. ഇപ്പോൾ യാത്രകൾക്ക് ഒരു പരിധി വരെ ജീവിതം മാറ്റാൻ പറ്റും. നല്ല രീതിയിലുള്ള യാത്രകളായിരിക്കണമെന്ന് മാത്രം. അലമ്പന്മാരുടെ കൂട്ടത്തിലോ ഒന്നും പോകരുത്. നല്ല ആളുകളുടെ കൂട്ടത്തിലേ പോകാവുള്ളൂ. നല്ല ചിന്തയോടുകൂടി പോകണം, യാത്രയെ ആസ്വദിക്കണം. അങ്ങനെ ആയാൽ ആ യാത്ര കൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കുടുംബ പ്രശ്നം തന്നെ മാറും. ഭാര്യയും ഭർത്താവ് എന്നും വഴക്കാണ്, മാസത്തിൽ ഒരു യാത്ര പോയി നോക്കി, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു യാത്ര പോയി നോക്കി, ആ കുടുംബ പ്രശ്നങ്ങൾ തന്നെ മാറും. പിള്ളേർക്കാണേലും നിങ്ങൾക്കാണേലും ജീവിതത്തിൽ പുതിയ പുതിയ ഒരു നല്ല മാറ്റം ഉണ്ടാകും. കാരണം ഈ യാത്രകൾ എപ്പോഴും പുതിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ അകത്തെ കാര്യം. പുതിയ അനുഭവങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറെ കാര്യമൊന്നുമില്ല. അതൊരു ഈശ്വരീയമായ യാത്രയാകുമ്പോൾ അപ്പോൾ ആ ദൈവാനുഗ്രഹം കൂടെ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളിലേക്ക് വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു സ്ത്രീയെ, ഒരു അമ്മയെ കണ്ടു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അപ്പം അവരുടെ മോള് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യനുമായിട്ട് സ്നേഹമായിരുന്നു. അപ്പോൾ ഇവർ രണ്ട് മതസ്ഥരായിരുന്നു. മാത്രമല്ല ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ എങ്ങനെയോ ഇഷ്ടമായി, അങ്ങനെ വലിയ പ്രേമമായി. അത് കഴിഞ്ഞു ഈ വീട്ടുകാർ തമ്മിൽ വലിയ വിഷയം, വഴക്ക്, ബഹളം, കാര്യങ്ങൾ, അടി പിടി എല്ലാം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അന്ന് നേരിട്ട് കൺസൾട്ടിങ് ഉണ്ട്, ഇപ്പോൾ ഇല്ല, അന്നുണ്ടായിരുന്നു, ഇപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ്, ഇപ്പം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്തോ ചെയ്യാനാണ്. കാരണം ഈ പ്രേമകാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറയത്തില്ല. രണ്ടുപേർക്ക് പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അവർ പ്രേമിക്കണം, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കണം. ധൈര്യമില്ലാത്തവർ പ്രേമിക്കാൻ പോകരുത്. ജീവിക്കാമെന്നുള്ള ധൈര്യമുള്ളവരെ പോകാവുള്ളൂ. പ്രേമിച്ചു കഴിഞ്ഞ് പിന്നെ അയ്യോ അബദ്ധം പറ്റിയെന്ന് പറയാനാണെങ്കിൽ അതൊക്കെ അവനവൻ്റെ കാര്യം, നമ്മൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയത്തില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്തെങ്കിലും ക്ഷേത്രത്തിലേക്ക് നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തരാമോ, നല്ല ബുദ്ധി തോന്നാനുള്ള. ഞാൻ പറഞ്ഞു നല്ല ബുദ്ധി തോന്നാനുള്ള പ്രാർത്ഥന പറഞ്ഞു തരാം. ഈശ്വര നല്ല ബുദ്ധി തോന്നിച്ച് നല്ല വഴിക്ക് നയിക്കണം. അത് ആർക്കും പറഞ്ഞു കൊടുക്കാം. കാരണം ഒരാൾക്ക് ഈശ്വരൻ നല്ല ബുദ്ധി തോന്നിക്കും, അവർക്ക് എന്താണോ നല്ലത് വരേണ്ടത്. ആ നിലയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പം അവർക്ക് പോലും പ്രതീക്ഷയില്ല ഇത് ശരിയാവുമെന്ന്, ആർക്കും പ്രതീക്ഷയില്ല. ഞാൻ പിന്നെ നിങ്ങൾ ചെയ്തു നോക്ക്. കാരണം ഭഗവാനെ നല്ല ബുദ്ധി അവർക്ക് തോന്നിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക.
അത് ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ല ഇന്നും ഓർക്കുന്നു. അവരെ ഒരു മഴയത്ത് വെളുപ്പിനെ ഒരു വ്യാഴാഴ്ചയാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, കദളിക്കൊല തലേദിവസം മേടിച്ചു ഓട്ടോയെ വെച്ച് പഴുത്ത കദളിക്കൊല അതുമായിട്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുന്നിൽ ഞാൻ പറഞ്ഞു എങ്ങനെ വെക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, എങ്ങനെ പ്രാർത്ഥിക്കണം, ചുമ്മാ പോയി വെച്ചിട്ട് പോകുന്ന കാര്യമില്ല, അതിനൊരു രീതിയുണ്ട് എല്ലാത്തിനും. അതെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തു. പിന്നെ ഭദ്രകാളിക്ക് ക്ഷേത്രത്തിലേക്ക് നല്ല കുറച്ച് വഴിപാടുകൾ, ഈ രക്തപുഷ്പാഞ്ജലി പോലെയുള്ള അല്ലെ ചെമ്പരത്തിമാല പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തായാലും അത് കറക്റ്റായിട്ട് ചെയ്തു. അത്ഭുതകരമായിട്ട് ഈ ചെറുക്കനും പെണ്ണും സ്വയം ഇതിൽ നിന്ന് പിന്മാറി. പെണ്ണിന് നല്ലൊരു ആലോചന വന്നു, എഞ്ചിനീയറാണ്, ഇംഗ്ലണ്ടിൽ പയ്യന്, അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. ചെറുക്കനും അതുപോലെ ഏതോ യൂറോപ്യൻ രാജ്യത്തിൽ ഒരു നേഴ്സിനെ ഏതാണ്ട് കെട്ടി, അവനും പോയി, അവനും രക്ഷപ്പെട്ടു. ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷം, എല്ലാവരും രക്ഷപ്പെട്ടു. ഇതാരാന്നാ? ആ ഭഗവാൻ കൃഷ്ണൻ്റെയും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമാണ്. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ ബലം ഉണ്ടാകില്ല, ബലം ഉണ്ടാകത്തുമില്ല, അതെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്തു. പിന്നെ അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അതുപോലെ അവർ നിഷ്കളങ്കമായ അവരുടെ ആ അമ്മയുടെ കരഞ്ഞു പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അപ്പോൾ അവരെന്നോടൊരു വാചകം പറഞ്ഞു കഴിഞ്ഞ ദിവസം വഴി വെച്ച് കണ്ടപ്പോൾ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അയ്യോ, അതൊന്നും മറക്കത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് ആ കാര്യങ്ങളൊന്നും. അതായത് എന്നെ മറക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം ഞാനൊന്ന് ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഞാൻ ചോദിച്ചു മോൾ ഇംഗ്ലണ്ടിൽ പോയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഉടനെ പോകും, പയ്യനെ അവിടെ ഇംഗ്ലണ്ടിലാണ് ജോലി. അപ്പം മോനെ അവൻ പോയിട്ട് ഒരു കൊല്ലമായി, അവരുടെ മോൾ ഉടനെ പോകും, മരുമോനാണ് ഇംഗ്ലണ്ട് ജോലി. അപ്പോൾ ഉടനെ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു അയ്യോ പണ്ടത്തെ കാര്യങ്ങൾ, ആ കദളിക്കുലയും കൊണ്ട് പോയ കാര്യമൊന്നും മറക്കാൻ പറ്റത്തില്ല. എനിക്കത് വലിയൊരു സന്തോഷമാണ്. 1000 അല്ലെ 10,000 അവാർഡ് കിട്ടുന്നതിനെക്കാട്ടി സന്തോഷം ഒരാളുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമാണത്. അതല്ലേ ശരിക്കും ഈ നമ്മളിപ്പം ഒരു കാര്യം പറയുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മാറ്റമല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും സന്തോഷം, ഒരു പ്രശ്നവുമില്ല ഇത് ചെയ്താൽ. പിന്നെ ചെറുക്കന് കാപ്പി, പെണ്ണു കാപ്പി, എല്ലാവരും കാപ്പി. അത് ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഞാനാരുമല്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അന്നുള്ളത്. ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളും നല്ല രീതിയിലാക്കാൻ പറ്റും. അവിടെ കുറേ ഉപദേശിച്ചിട്ടോ കുറേ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ പിള്ളേരെ ഇറക്കി വിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു കുട്ടിയെ ഉപേക്ഷിക്കരുത്. അവരെ എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ പറ്റും. അവരെ തെറ്റ് ചെയ്താൽ പോലും അവരെ അംഗീകരിക്കണം സ്നേഹത്തോടെ. അവർ ഭാവിയിലാണേലും അവർ നല്ല രീതിയിൽ വന്നോളും. ഒരു പയ്യനെ ഈ കുറേ നാൾ മുമ്പ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പയ്യന് റെയിൽവേയുടെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പം ഇവൻ്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇതില്ല. ഞാൻ അവനെ വിളിച്ചു, ഞാൻ ആ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ആ പയ്യനെ വീട്ടിൽ കയറ്റിച്ചു. ഇന്നും ആ പയ്യനെ കാണുമ്പോൾ എന്നോട് ആ സ്നേഹമുണ്ട്. ഒരിക്കലും ഉപേക്ഷിക്കരുത്, പിള്ളേരെ ഒരിക്കലും ഇറക്കി വിടരുത് വീട്ടിൽ നിന്ന്. അത് തെറ്റാ, അത് വീട്ടുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. കാരണം എന്താണെന്നറിയോ, ഒരു മോളെ അല്ലെ മോനെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ നിങ്ങളോട് വൈരാഗ്യമുള്ളവർ നോക്കിയിരിക്കുക ഈ പിള്ളേരെ സ്വാധീനിച്ച് അവർ വേറൊരു രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഈ മോനല്ലേ മോക്ക് അവരെ ആപത്തിൽ സഹായിക്കുന്ന അവരായിരിക്കും പിന്നെ ജീവിതത്തിൽ എപ്പോഴും ദൈവം. നിങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. ആ പിള്ളേരെ അവർ മോശമായ രീതിയിൽ ചിലപ്പം മോശമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയുള്ള ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതൽ തെറ്റിലേക്കേ പോകത്തുള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മോനെ ഒരു മോളെ അവർ തെറ്റ് ചെയ്താൽ അവരോട് ക്ഷമിക്കണം, ഉപേക്ഷിക്കരുത്, ഇറക്കി വിടരുത്, അവരോട് സ്നേഹത്തോടെ സംസാരിക്കാവുള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതായാലും അവരപ്പം ഇങ്ങനെ വീട്ടിൽ കയറ്റി നല്ലതായിട്ട് കുഴപ്പമില്ലാതെ പോകും. അപ്പം ഇതൊക്കെയാണ് ഈശ്വര ചിന്ത കൊണ്ട് ഉണ്ടാകേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു കുടുംബത്തിൽ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തനിയെ ഉണ്ടാകേണ്ട കാര്യമാണ്. ചിലപ്പം ഒരു മോശമെന്ന് കരുതുന്ന ഒരു മോനായിരിക്കും അല്ലെങ്കിൽ മോളായിരിക്കും നാളെ നിങ്ങളെ നോക്കുന്നത് വയ്യാതെ വരുമ്പോൾ. അതെപ്പോഴും ഓർത്തോണം. പറഞ്ഞു മനസ്സിലാവുന്നു. ആരെയും മോശക്കാരായിട്ട് വിചാരിക്കരുത്. എല്ലാവരോടും ഒരുപോലെ സ്നേഹമായിരിക്കണം. ആരെയും ഉപേക്ഷിക്കരുത്. തെറ്റുകൾ ചെയ്താൽ ക്ഷമിക്കണം. അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നലെ നാളെ അവർ നിങ്ങളെ മനസ്സിലാക്കും, ഉറപ്പാണ്. അതിനുള്ള സംശയമൊന്നും വേണ്ട. പിന്നെ ഈശ്വരനോട് ക്ഷേത്രത്തിൽ പോയി നല്ല പ്രാർത്ഥനകൾ ചെയ്യണം. അവർക്ക് നല്ല ബുദ്ധി തെളിയിക്കണേ. ഈശ്വരാനുഗ്രഹം കൂടെ ആകുമ്പോൾ അങ്ങനെ എത്ര അനുഭവമുണ്ട്, എത്ര പിള്ളേർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വെറുതെ ഒരു 10 മിനിറ്റിന് വേണ്ടി ഒരു വീഡിയോ ഇന്നേ വരെ ആയിട്ടിട്ടില്ല.
കാര്യമായിട്ടുള്ള കാര്യം, ജീവിതം മാറ്റുന്ന കാര്യം, തലവര മാറ്റുന്ന കാര്യം, ഒരു കുടുംബത്തെ മാറ്റുന്ന കാര്യം, ഒരു മനുഷ്യനെ മാറ്റുന്ന കാര്യം, ഒരു മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യം, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരനെ കാണുന്ന, ഈശ്വരനാധീനം കൊണ്ടുവരുന്ന, ഈശ്വരനെ അനുഭവിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നോളം എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ദൈവികമാണ്, അതെല്ലാം സത്യസന്ധമാണ്, അതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്, മനസ്സിൽ നിന്നല്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശിവായ നമ യന വശിമ മവായ നശി ശിയ നമവ വശിമയന ഓം. ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓംകാരം ഒന്ന് ഉച്ചരിച്ച് നോക്കുക, മനസ്സിന് നല്ല സുഖം കിട്ടും. അതായത് ഓം എന്ന് ആദ്യം ഉച്ചരിക്കുമ്പോൾ ശബ്ദം ചെറുതായിട്ടാണ് നമ്മളുടെ സ്വനതന്തുക്കളിൽ കൂടെ വന്നു, നമ്മളുടെ സ്വനതന്തുക്കളിൽ കൂടെ ഈ നമ്മുടെ ഉദരത്തിൽ നിന്ന് ആ ശബ്ദം വന്നു സ്വനതന്തുക്കളിൽ കൂടെ അത് ശബ്ദമായിട്ട് വരുമ്പം ആദ്യം ആ പ്രപഞ്ചത്തിൽ നിന്ന് ആ ശബ്ദം നമ്മൾ കമ്പനം ചെയ്യുമ്പോൾ നമ്മളിലൂടെ സൃഷ്ടിക്കപ്പെടുക, അവിടെ ഒരു സൃഷ്ടി നടക്കുന്നുണ്ട്. ചെറുതായിട്ടായിരിക്കും തുടങ്ങുന്നത്, അത് ഉച്ചസ്ഥായിലാകുന്നു, അവിടെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു വളർച്ച നടക്കുന്നുണ്ട്. അവിടെ ശബ്ദം കൂടിക്കൂടി വരുന്നു, അതിന് ഉച്ചസ്ഥായിലെത്തുന്നു. പിന്നെ അത് ശബ്ദം കുറഞ്ഞ് അവിടെ ഒരു സംഹാരം അല്ലെങ്കിൽ ഒരു രൂപാന്തരം, ഒരു അവസ്ഥാമാറ്റം, അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ്. ഇതെല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി ഒരു മാറ്റം, ഒരു ചേഞ്ച്, അവസ്ഥാന്തരം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി ഓംകാരം ആദ്യം ചെറുതായിട്ട് വന്നു, പിന്നെ ശബ്ദം കൂടി, പിന്നെ ശബ്ദം കുറഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് ലയിക്കുന്നു. അങ്ങനെ ഒന്ന് ജപിച്ചു നോക്കിയേ. നിങ്ങൾ ആ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളത് ഓംകാരത്തിൽ എങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവമാകും. ഇപ്പോൾ നിങ്ങളോട് പറയാം ഓംകാരത്തിനകത്ത് സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ല പെട്ടെന്ന് മനസ്സിലാകില്ല. ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഓംകാരം ജപിച്ചു നോക്കിയേ. ഓംകാരം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും, ആ പരബ്രഹ്മത്തെ നിങ്ങൾ അനുഭവിക്കും. ഞാൻ അങ്ങനെ ഒന്ന് ജപിക്കാം, എൻ്റെ മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കുന്നത്, നിങ്ങളത് സങ്കല്പിക്കുക, ഞാൻ അത് ജപിക്കുകയാണ്, നിങ്ങളും അങ്ങനെ ജപിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒന്ന് നീട്ടി ജപിച്ചു നോക്കിയേ, എന്തൊരു സുഖമാണെന്നറിയോ. അത് നിങ്ങളുടെ ഉള്ളിലെ ആ കർമ്മഫലത്തെ മൊത്തം ഇല്ലാതാക്കും, ആ പരബ്രഹ്മത്തെ നിങ്ങൾ അനുഭവിക്കും. ഓം ഇങ്ങനെ ഓംകാരം നിങ്ങൾ ജപിച്ചു നോക്കിയേ. നിങ്ങൾ ഓംകാരത്തെ അറിയും, പരബ്രഹ്മത്തെ അറിയും, ആ പരമേശ്വരനെ അറിയും. സത്യവിദ്യ പറഞ്ഞു തരുന്നത് ഇതുപോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും കയറി നോക്കിക്കോ, എവിടെ വേണേലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. എത്ര വർഷങ്ങൾ ഗുരുവിൻ്റെ പുറകെ നടന്നാലും സാധാരണഗതിയിൽ അത് ഇപ്പോൾ ഹിമാലയത്തിലെയൊക്കെ ഗുരുക്കന്മാരാണെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുക്കും. പക്ഷേ ഞാൻ സാധാരണ ആളുകളെ ഉദ്ദേശിക്കുന്നത്, സാധാരണ ആളുകൾ എത്ര അലഞ്ഞാലും ഇതുപോലുള്ള രഹസ്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല. ഇനി ഇതുപോലെ ആരും പറഞ്ഞു തരത്തുമില്ല ഒരിക്കലും. അതുപോലുള്ള ശിവവിദ്യകളാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുക. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.